ഞങ്ങളിപ്പം ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ടോ. അപ്പോൾ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞപ്പം അവർ ആ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പ് വേറെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോവാണ് ഇപ്പം ഷാറൂഖ് ഖാൻ്റെ മണ്ണത്തി വീട് കാണാൻ വേണ്ടി. ഷാറൂഖ് ഖാൻ്റെ വീട് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു വീടാട്ടോ ഇത് ഇന്ത്യ ആക്ടർ ജോൺ അബ്രഹാമിൻ്റെ വീടാണ്. ജോൺ അബ്രഹാമിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ബഷീറ എന്ന് പറഞ്ഞ ഈ വീടുണ്ടല്ലോ, ഇത് ഇന്ത്യ ആക്ട്രസ് രേഖൻ്റെ വീടാട്ടോ. ഇതൊക്കെ ഒരേ ഏരിയയിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വീട് കാണിച്ചതല്ലേ. ഒന്ന് ഇന്ത്യ ആക്ടർ ജോൺ അബ്രഹാമിൻ്റെ വീടും അതുപോലെ തന്നെ ഈ ആക്ട്രസ് രേഖൻ്റെ വീടും നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ളത്. ഞാനിപ്പം ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ ആ ഭാഗത്തെത്തി. ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഉള്ളൊരു സീനാണിത്. ആരാധകരൊക്കെ പാടൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മൊബൈലും അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടേ അവിടെ എത്തിയപ്പോഴൊരു കാഴ്ച. ഈ ഒരു കടലിൻ്റെ ഭാഗത്തോട്ടോ ഇവരെ വീട്. ഈ ആളുകളൊക്കെ നോക്കാം ക്യാമറയും ഓണാക്കിയിട്ട് വീഡിയോ ഓണാക്കിയിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. ഞാൻ വീട് കാണിച്ചിട്ടേ, ഇതാ കാണുന്നത്, ഇതാണ് ഷാറൂഖ് ഖാൻ്റെ വീട്. അവിടെ എന്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഷാറൂഖ് ഖാൻ്റെ വീട് കേട്ടോ. ഇതാ കാണുന്നത് മന്നത്ത്. പിന്നെ ഇതവിടെ ഒരു ബാൽക്കണി കാണുന്നുണ്ടല്ലേ, ഇതിൽ ആണ് അദ്ദേഹം മറ്റേ ഇവരെ ആരാധകരൊക്കെ വിഷ് ചെയ്യാനൊക്കെ എത്തുന്ന ആ ഒരു ഭാഗമായിട്ടത്. ഇതാണ് ഷാറൂഖ് ഖാൻ്റെ മന്നത്ത് വീട്. അതിൻ്റെ ബാക്കിലടുത്തൊക്കെ വർച്ചേഴ്സ് നടക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ ഈ വീടിങ്ങനെ നോക്കി നിൽക്കട്ടോ. ഇനി നമുക്ക് സൽമാൻ ഖാൻ്റെ വീട് കണ്ടേ, ഒക്കെ ഓരോ ഏരിയയിൽ തന്നെ ഉണ്ടോ. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോണത്, സൽമാൻ ഖാൻ്റെ വീട് കാണാട്ടോ. ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ സൽമാൻ ഖാൻ്റെ വീടിൻ്റെ അവിടെ എത്തും. കുറച്ച് നടക്കാനുള്ളൂ. ഇതാണ് സൽമാൻ ഖാൻ്റെ വീട് കേട്ടോ. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഇവിടെ ആരാധകരൊക്കെ കുറവാണ്, ആളുകളൊക്കെ കുറവാണ്. ഈ കാണുന്നതാണ് സൽമാൻ ഖാൻ്റെ വീട് കേട്ടോ.